ശക്തമായ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ജീവിതം മുഴുവനും തകർന്നു പോയവര്, ജോലി നഷ്ടപ്പെട്ടവര്, സമാധാനം നഷ്ടപ്പെട്ടവര്, സിഹറിൻ്റെ പിടിയിലമർന്ന എത്രയോ ആളുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. ചില ആളുകളൊക്കെ ഇത്തരം മേഖലകളിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ലക്ഷങ്ങളൊക്കെ ചെലവഴിച്ചിട്ടും സിഹറു ബാത്തിലാകാതെ വളരെയധികം ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. സിഹർ എന്നുള്ളത് സംഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാത്തിലാകാനുള്ള ഒരുപാട് വഴികളുണ്ട്. ആ വഴികൾ നമ്മൾ തന്നെ സ്വയം ചെയ്താൽ തന്നെ പല വിഷയങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ പല ആമലുകളും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് എവിടെയും പോകാതെ, എവിടെയും പോയിട്ട് ലക്ഷങ്ങൾ ചെലവഴിക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഏതു ശക്തമായ പഴക്കമുള്ള സിഹറാണെങ്കിലും ബാത്തിലാകാൻ കാരണമാകുന്ന അത്ഭുതകരമായൊരു അമൽ പറയാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആത്മാർത്ഥതയിൽ ചെയ്യുകയാണെങ്കിൽ ബിഇദ്നില്ലാഹി തആല ഏത് കൊടിയ സിഹറും ബാത്തിലാകും. ഒരു പേടിയും ആ വിഷയത്തിൽ പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് കാണാനുള്ളവരുടെ ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടതാണ്. ഞായറാഴ്ച 10 മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യാതെ ആരും വരരുത്. പലപ്പോഴും വിളിച്ച് ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് അവരെ നോക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്, പറഞ്ഞയക്കേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മുടെ സമയം കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളതിൻ്റെ അപ്ഡേഷനൊക്കെ ചെയ്യാറുണ്ട് അവിടെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ സിഹർ അത് പലപ്പോഴും പലരുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, പലർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സിഹർ ബാത്തിലാകാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അമലുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഡയറക്റ്റ് അമലുകൾ പറയണം. അപ്പോൾ അത് പറയുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുള്ളത്. ഇവിടെ എൻ്റെ അടുക്കൽ തന്നെ ഇവിടെ നേരിട്ട് വരുന്ന പല ആളുകളും പല വിഷയങ്ങളും പറയുമ്പോൾ നമ്മളങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഉസ്താദ്, ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ അടുക്കൽ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ആളുകളുടെ അടുക്കൽ പോയപ്പോൾ ആദ്യം അവർ ഒരു ഇത്ര പൈസ തരാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് അവർ വീണ്ടും ഒന്നുകൂടി വരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്ര തരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അങ്ങനെയൊക്കെ തന്ന് ഉസ്താദ് 1 വർഷം കഴിഞ്ഞ് ഇതുവരെയായിട്ട് പ്രശ്നം തീർന്നിട്ടില്ല എന്ന്. ഞാനിത് എനിക്ക് നേരിട്ട് എൻ്റെ മുമ്പിൽ വന്ന ഒന്നിലധികം അനുഭവങ്ങൾ പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ഇതേപോലെ ഒരു വിഷയത്തിന് വേണ്ടി ഒരാളെടുത്ത് ചെന്നപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു 10 റുപ്യേൻ്റെ താഴെ റേറ്റ് പറഞ്ഞു. അപ്പോൾ അത് ഈ പ്രയാസം കൊണ്ട് അങ്ങനെ അങ്ങ് കൊടുത്തതാണ്. പിന്നെ രണ്ടാമത് വീണ്ടും അവിടെ ചെല്ലല്ല, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോൺ വിളിക്കുകയാണ്. ഇവർ പോയ ആൾ, ആ ഒരു ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ആൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ വിഷയം വളരെ ശക്തമായിട്ടുണ്ട് കേട്ടോ, ഒരു 45,000 രൂപയുടെ ഒരു പ്രവൃത്തിയും കൂടിയും ഒരു കർമ്മവും കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് വരാം. അപ്പോൾ എൻ്റെ കൂടെ ഒരു 3-4 ആൾക്കാരുണ്ടാവും. അവർക്കുള്ള ചിലവും വണ്ടീൻ്റെ ചിലവും കൂടി എക്സ്ട്രാ ഉണ്ടാവും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഈ ആഴ്ചക്കുള്ളിൽ തന്നെ അറിയിക്കണം, ഈ ആഴ്ച ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത രൂപത്തിൽ ചൂഷണം ചെയ്യുന്നു. ഇത് ഞാൻ നേരിട്ട് കേട്ടതാണ് കേട്ടോ. ഇത് അവർ കളവെന്തായാലും പറയില്ലല്ലോ ഇങ്ങനൊരു വിഷയം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകത പറയുന്നത്. ഇങ്ങനെ വളരെയധികം സിഹർ ഉണ്ട് എന്ന് കരുതിയിട്ട് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ അകപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്. വേറൊരാൾ, അവർ കുറച്ചൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്, ഞാൻ പേര് പറയുന്നില്ല. അവരിതേപോലെ ഒരു ഫാമിലിയോട് പറഞ്ഞത്, മോളുടെ വിവാഹം ശരിയാവാത്തതല്ലേ, ഇതാ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ശരിയായിട്ടുണ്ടാവും. എന്താണ് ഈ പറയുന്നത്? ഇതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഞാനിതിവിടെ ചെയ്യുന്ന സമയത്ത് ശരിയാവും, നിങ്ങൾ വേഗം ഒരു 25 രൂപ GPay ഇപ്പം ചെയ്തു വെച്ചോ, ഞാനിത് ഇപ്പം ചെയ്യാമെന്ന്. അങ്ങനെ അവർ എന്ത് ചെയ്തു, ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത്ര പെട്ടെന്ന് പ്രോമിസ് നൽകല്ലേ, അങ്ങനെ അവർ ചെയ്തു. സുബ്ഹാനല്ലാഹ്. അത് ചെയ്തു നോക്കുമ്പോൾ നമ്മൾ മുമ്പിൽ വരുന്ന ആളുകളെ കൃത്യമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്യണ്ടേ. ഇവരെ കുറച്ച് ആളുകളുണ്ടായിരുന്നു, ഇവരെ പിന്നിൽ കുറച്ച് നല്ല ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നല്ലേ, ഇവർ ആത്മാർത്ഥമായിട്ട് പോയതാണ്. അങ്ങനെ ഇത് സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പോയി ഇവർക്ക്. പക്ഷെ കാര്യം റെഡി ആവുകയാണെങ്കിൽ 25 എത്രയും കൊടുക്കാനും അവർ തയ്യാറാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കാര്യം സംഭവം ചെയ്തു.
നിങ്ങളിപ്പോൾ ഫോൺ വിളിച്ചു ചോദിച്ചോക്ക് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത വാഗ്ദാനങ്ങളായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവരത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു. അവരോട് പറഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ 1 മാസത്തിനുള്ളിൽ അത് റെഡിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. പിന്നെ ഇയാൾ ഫോൺ എടുക്കാതായി. ഫോൺ എടുക്കാതായപ്പോൾ ഇവരവിടെ അവിടെ പോയിട്ട് 2-3 ആൾക്കാരെ കൂട്ടി പോയിട്ട് പെരുമാറിയിട്ട് നല്ലോണം പെരുമാറിയിട്ട് ക്യാഷ് ഇങ്ങോട്ട് വാങ്ങിച്ചു എന്ന് ഒരനുഭവം പറയുകയുണ്ടായി. നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ. ഭീമമായ തുക ആവശ്യപ്പെടുന്ന ഏത് സ്ഥലങ്ങളുണ്ടോ ആത്മാർത്ഥത നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്യാഷ് എവിടെയും കൊണ്ടുപോയി മുടക്കാതെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് വീട്ടിലിരുന്ന് ചെയ്താൽ വളരെയധികം ഫലം ലഭിക്കും. പിന്നെ ഉസ്താദും പറയുന്നുണ്ടല്ലോ വരാൻ ബുക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്താണ്? ഇവിടെ വരുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ ഒരാളുടെ കയ്യിൽ നിന്നും ഇന്ന് വരെ നമ്മൾ ഇവിടുന്ന് ഒരു ക്യാഷ് പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരോട് ഇത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ആരോട് ഇത്ര തരണമെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും ഇവിടെ പറയാറില്ല. ഇവിടെ പലപ്പോഴും പലരും വരുന്ന സമയത്ത് പല സംഭവങ്ങളും പലപ്പോഴും ഇമെയിലിൽ നിന്ന് വരുന്നവരാ. പലരും ഒന്നും നൽകാതെ അധികം പല സന്ദർഭങ്ങളിലുണ്ട്. നമ്മളാരോടും പരിഭവങ്ങൾ പറയാനോ പരാതി പറയാനോ പോക്കില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലഹരിയിലും മദ്യത്തിലൊക്കെ കൂത്താടിയിട്ടുള്ള അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലുള്ള ചില ആളുകളൊക്കെ വരും. വന്നിട്ട് അവർ നമ്മുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് അവർ ചിലവഴിക്കും. അവരൊരു പ്രഭാഷണം കേൾക്കാനോ ഒരു വാഴ്ന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മീയ മജ്‌ലിസിൽ പങ്കെടുക്കാനൊന്നും അവർ തയ്യാറാവില്ല. അതിനൊരു അങ്ങനെ അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇൻസ്റ്റയിലോ FBയിലോ ഒക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോ എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ആ സംസാരത്തിൽ ആകൃഷ്ടരായിട്ട് അല്ലെങ്കിൽ അതവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇത് കൊള്ളാലോ എന്ന് തോന്നിയിട്ട് പലപ്പോഴും വന്ന എത്രയോ ആളുകളുണ്ട്. അത്തരം ആളുകളെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ നമുക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മോനെ നീ നിസ്കരിക്കണം എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള നല്ല ചില ഉപകാരങ്ങൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ, അപ്പോൾ സിഹറിനെ നിഷേധിക്കല്ല, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മൾ പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ചെയ്യാം. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഹർ ബാത്തിലാക്കാൻ നമുക്ക് 2 മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്ന്, സിഹറിന് വേണ്ടി മന്ത്രിക്കാനുള്ളത് ഫാത്തിഹ 7 തവണ ഓതുക, ആയത്തുൽ കുർസി 7 തവണ ഓതുക, ലൗ അൻസൽന എന്ന് പറയുന്ന ആ ആയത്ത് സൂറത്തുൽ ഹഷറിൻ്റെ അവസാന ആയത്ത് 7 തവണ, സൂറത്തു സോഫാത്ത്, ഇഖ്ലാസ് സൂറത്ത് 7 തവണ, സോഫാത്ത് 7 തവണയാണ്, വഅബിദത്തൈനി 7 തവണ, ഫലഖുൻ നാസ് 7 തവണയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടാഴ്ച അഥവാ 14 ദിവസം കൃത്യമായി 2 നേരവും മന്ത്രിക്കുക. തീർച്ചയായും അത് ബാത്തിലാകും. അതിന് കച്ച കെട്ടിയിരുന്നോക്ക്. എന്താ ചെയ്യേണ്ടത്? ഫാത്തിഹ 7 തവണ, ആയത്തുൽ കുർസി 7 തവണ, ലൗ അൻസൽന 7 തവണ, സൂറത്തു സോഫാത്ത് 7 തവണ, ഇഖ്ലാസ് 7 തവണ, ഫലഖ് 7 തവണ, നാസ് 7 തവണ. ഇത് 14 ദിവസം രാവിലെയും വൈകുന്നേരവും ആത്മാർത്ഥമായിട്ട് മന്ത്രിക്കുക. അത് കുടിക്കാൻ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ വെള്ളം എടുത്തിട്ട് ശരീരത്തിൽ കുടയുക. തീർച്ചയായും ഇതിനില്ലാഹി തആല ആ 14 ദിവസം കൊണ്ട് സിഹറിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തീരും ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ്. അതിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ചില ആയത്തുകളുണ്ട്. മറ്റേത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ മാർഗ്ഗവും ചെയ്യുക. ഓരോന്നും ഓരോ സമയത്ത് ചെയ്തു നോക്കൂ. നല്ല റിസൾട്ട് നമുക്കത് കാരണമായിട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സിഹർ, ശൈത്വാനിയത്ത് പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ബാത്തിലാക്കിയിട്ട് നമുക്ക് നല്ല റാഹത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഫാത്തിഹ 3 തവണ പാരായണം ചെയ്യുക, ആയത്തുൽ കുർസി 3 തവണ പാരായണം ചെയ്യുക. അതിനുശേഷം സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനത്തൻ നുആസ എന്ന് പറയുന്ന സൂറത്തു ആലു ഇമ്രാനിലെ 154-ാമത്തെ ആയത്ത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. ഈ ആയത്ത് ഓതുക. ഇതൊരു ഈ ആയത്ത് അതിൻ്റെ അവസാനം വരെ ഓതണം. അത് ഏകദേശം ഒരു 1, 2, 3, 4, 5, 6, 7 ഒരു 7.5 വരെയുണ്ട്. അതൊരു 3 പ്രാവശ്യം അതിൻ്റെ അവസാനം വരെ ഓതണം. അങ്ങനെ ഓതിയതിന് ശേഷം മറ്റൊരായത്തും കൂടെയുണ്ട്. ഇതിപ്പോൾ സൂറത്തു ആലി ഇമ്രാനിലെ 154-ാമത്തെ ആയത്താണ്. വേറൊരായത്തും കൂടെ ഓതേണ്ടതായിട്ടുണ്ട്. ആയത്ത് ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം. നമുക്കൊക്കെ പരിചയമുള്ളൊരായത്താണ്.
സൂറത്തുൽ ഫത്ഹിലെ 29-ാമത്തെ ആയത്ത്. ഇത് വളരെ പവിത്രമേറിയ ഒരു ആയത്താണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൂടെയാണിത്. ഈ ആയത്തിന് വേറൊരു സവിശേഷതയും കൂടി ഉണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഈ ആയത്തിലെ അറബിക് ആൽഫബറ്റിലെ എല്ലാ ലെറ്റേഴ്സും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മുത്തനബി തങ്ങളുടെ മദ്ഹാണ്, വളരെ സവിശേഷമേറിയ ഒരു ആയത്താണ്. ഈ ആയത്ത് 3 തവണ ഓതുക. സൂറത്തു യാസീൻ 1 തവണ പാരായണം ചെയ്യുക. ഇഖ്ലാസ് 3 തവണ. മുഅവ്വിദത്തൈനി അതായത് സൂറത്തുൽ ഫലഖുൻ നാസും ഓരോ പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് യാ അല്ലാഹു യാ അലിയു യാ മതീൻ, യാ അല്ലാഹു യാ അലിയു യാ മതീൻ, യാ അല്ലാഹു യാ അലിയു യാ മതീൻ. ഇത് 676 പ്രാവശ്യം. ഇതിങ്ങനെ ഓതിയതിൻ്റെ ശേഷം അത് രോഗിയുടെ തലയിൽ, സിഹർ ബാധിച്ചയാളുടെ തലയിൽ മന്ത്രിക്കുക. അതേപോലെ തന്നെ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കാൻ കൊടുക്കുക. അവരുടെ ഡ്രസ്സിലും ശരീരത്തിലും കുടഞ്ഞു കൊടുക്കുക. ബിഇദ്നില്ലാഹി തആല ഏത് സിഹറും ബാത്തിലാകും. ഇതൊക്കെ പല ഉസ്താദുമാരും പല മഹാന്മാരും ഒക്കെ ചെയ്യുന്ന അമലാണ്. വളരെ പെട്ടെന്ന് ബാത്തിലായി കിട്ടാൻ കാരണമാകും. നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്തു കൊടുത്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹർ കൊണ്ട്, ഐന് കൊണ്ട്, ശൈത്വാനിയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ആര് ബുദ്ധിമുട്ടുന്നോ പ്രയാസപ്പെടുന്നോ എല്ലാവരുടെയും സിഹർ, ഐന്, ശൈത്വാനിയത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ബാത്തിലാക്കി തരട്ടെ. എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.